ഹലോ നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നല്ല വേനൽക്കാലമാണല്ലേ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. നമ്മുടെ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ ഫ്രൂട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കടയിൽ നിന്നാണ് ഈ തണ്ണിമത്തൻ വാങ്ങുന്നത്. അതേസമയം നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ തണ്ണിമത്തനാണെങ്കിലോ അതിലും രുചിയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തണ്ണിമത്തൻ കൃഷിയുടേതാണ്. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ കൃഷിയുടെ വീഡിയോയിലേക്ക്. ഇതാണ് തണ്ണിമത്തൻ. അപ്പോൾ തണ്ണിമത്തൻ വിളവെടുക്കേണ്ട പാകമായിട്ടുണ്ട്. ഇത് മഞ്ഞ തണ്ണിമത്തനാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ തന്നെയാണ്. ഇത് ഞാൻ കഴിഞ്ഞ തവണ കൃഷി ചെയ്ത് അതിൻ്റെ വിത്ത് നടുകയാണ് ചെയ്തത്. അപ്പോൾ അധിക വളപ്രയോഗമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയും നല്ല രീതിയിൽ തണ്ണിമത്തൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര വലിപ്പമില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള തണ്ണിമത്തൻ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് രാസവള പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ള തണ്ണിമത്തനായിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ തോലടക്കം നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന തണ്ണിമത്തൻ്റെ തൊലിക്ക് തന്നെ കട്ടി കുറവായി കാണപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കറിയാലോ, ഈ സമയത്തൊക്കെ നല്ല വേനൽ സമയമാണ്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് പറിച്ച് ജ്യൂസാക്കിയിട്ടും നമ്മൾക്ക് ചുമ്മാ ജ്യൂസാക്കാണ്ടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുക്കളത്തോട്ടത്തിൽ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ് എന്നാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഈ തണ്ണിമത്തൻ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തണ്ണിമത്തൻ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ പാകമാകുന്നത്. ഇതിൻ്റെ ചുരുള് നല്ല രീതിയിൽ ഉണങ്ങുന്ന സമയത്താണ് ഇത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വിളവെടുത്ത തണ്ണിമത്തനൊന്ന് കണ്ടാലോ. അപ്പോൾ ഈ തണ്ണിമത്തൻ കണ്ടില്ലേ, ഇത് നല്ല രീതിയിൽ പാകമായി ഇങ്ങനെ വിണ്ട് കയറിയതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല റെഡ് കളറായിട്ടുള്ള തണ്ണിമത്തൻ. നല്ല മധുരമുണ്ട് കേട്ടോ ഈ തണ്ണിമത്തൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിലും തണ്ണിമത്തൻ കൃഷി ചെയ്യാമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലുതല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള തണ്ണിമത്തൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി